വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രഹ്മസമാജം, അതുപോലെ തന്നെ രാജാറാം മോഹൻ റായ്, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ രാജാറാം മോഹൻ റായിയെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മസമാജത്തെ കുറിച്ച് നമ്മൾ ഒപ്പം പഠിക്കും. ഈ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന വ്യക്തി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ല. ഒന്നുകിൽ മിനിമം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നുള്ള രീതിയിലെങ്കിലും അദ്ദേഹവുമായിട്ടൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം അദ്ദേഹത്തെ കുറിച്ച് കൂടുതലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് കണ്ടേക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് രാജാറാം മോഹൻ റായിയെ കുറിച്ച് പഠിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ജനിച്ച ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 1772 മെയ് മാസം 22 1772 മെയ് മാസം 22 വെസ്റ്റ് ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. 1772 മെയ് മാസം 22 വെസ്റ്റ് ബംഗാളിലെ രാധാനഗറിലാണ്. രമാകാന്ത് റോയ് ആരാണ്? രമാകാന്ത് റോയ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. താരിണി ദേവി, എന്താണ്? താരിണി ദേവി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വിശേഷണങ്ങൾ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഇന്ത്യൻ നവോത്ഥാനം, അല്ലെ? ഇന്ത്യൻ റിനയസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അടുത്തത് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്ന് ആരെ വിളിക്കുന്നു? രാജാറാം മോഹൻ റോയിയെ വിളിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ എന്താണ്? സ്ഥാപകനാണ്, അല്ലെ? അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം. എന്താണ്? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ധാരാളം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ. എന്താണ്? അപ്പോസ്തലൻ, പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, അതുപോലെ തന്നെ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ, അങ്ങനെ ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ, ഒരു സംശയം വേണ്ട. എന്താണ്? ആധുനിക ഭാരതത്തിന്റെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞാലും ആരുടെ പേര് തന്നെ പറയും നമ്മള്? രാജാറാം മോഹൻ റോയുടെ പേര് തന്നെ പറയും. ഇദ്ദേഹമാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ചിരുന്ന നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞാലും ആരുടെ പേര് തന്നെയാ പറയാ? രാജാറാം മോഹൻ റായിയുടെ പേര് തന്നെയാണ് നമ്മൾ പറയാ. രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക എന്താണ്? സതി നിർത്തലാക്കിയ കാര്യമാണ്, അല്ലെ? അപ്പൊ സതിയെ കുറിച്ച് പഠിക്കുക നമുക്ക്. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. പക്ഷേ അദ്ദേഹം നവോത്ഥാന നായകൻ മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് നിർത്തലാക്കാനുള്ള അവകാശമില്ല. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക്കാണ് സതി നിർത്തലാക്കി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് 1829 ഡിസംബർ മാസം 4-ാം തീയതിയാണ്. 1829 ഡിസംബർ മാസം
4-ാം തീയതി. ജാതി വ്യവസ്ഥയെ വളരെയധികം എതിർത്തിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ പേരാണ് വജ്രസൂചി എന്ന് പറയുന്നത്. ആ നാടകം ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതും ആരെന്നെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് ആര് വിവർത്തനം ചെയ്യാണ്? രാജാറാം മോഹൻ റോയ് വിവർത്തനം ചെയ്യാണ്. ഇനി അടുത്തത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ബ്രഹ്മസമാജമാണ് അല്ലെ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ്. 1828 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. 1828 ഓഗസ്റ്റ് മാസം 20-ാം തീയതി എന്ത് സ്ഥാപിക്കുകയാണ്? ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. പണ്ട് ആദ്യം തുടങ്ങിയപ്പോ ബ്രഹ്മസമാജം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? ബ്രഹ്മസഭ എന്ന പേരിലായിരുന്നു. അപ്പൊ ബ്രഹ്മസഭ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ 1830 ആയപ്പോഴാണ് ബ്രഹ്മസഭ എന്തായി മാറിയേ? ബ്രഹ്മസമാജമായി മാറിയത് കേട്ടോ. ഇനി 1833 സെപ്റ്റംബർ മാസം 27-ാം തീയതി രാജാറാം മോഹൻ റോയുടെ മരണാണ്. 1833 കേട്ടോ. 1833 സെപ്റ്റംബർ മാസം 27-ാം തീയതി. ഇദ്ദേഹത്തിന്റെ മരണശേഷം 1866 ബ്രഹ്മസമാജം രണ്ടായി പിളരുകയാണ്. അതിന്റെ പേര് ആദി ബ്രഹ്മസമാജ്. എന്താണ്? ആദി ബ്രഹ്മസമാജം എന്നും അതുപോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജ് എന്നും രണ്ടായി ബ്രഹ്മസമാജം പിളരാണ് കേട്ടോ. ഈ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെൻ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. കേശവ ചന്ദ്രസെന്നുമാണ്. ഇത് കൂടാണ്ട് എന്തുണ്ടായിരുന്നു? 1878 വേറെ ഒരു സംഘടന തുടങ്ങുകയാണ്. അതിന്റെ പേര് സാധാരണ ബ്രഹ്മസമാജം എന്നാണ്. എന്താ അതിന്റെ പേര്? സാധാരണ ബ്രഹ്മസമാജം കേട്ടോ. ഈ സാധാരണ ബ്രഹ്മസമാജം ആരൊക്കെ ചേർന്നാണ് ആരംഭിച്ചത്? ആനന്ദ മോഹൻ ബോസ്. പേര് പഠിക്കുക, ആനന്ദ മോഹൻ ബോസ്. അതുപോലെ തന്നെ ശിവനാരായൺ ശാസ്ത്രി. ആരാണ്? ആനന്ദ മോഹൻ ബോസും ശിവനാരായൺ ശാസ്ത്രി. ശിവനാരായൺ ശാസ്ത്രി ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത്? സാധാരണ ബ്രഹ്മസമാജം ട്ടോ. ഇനി കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ ബ്രഹ്മസമാജത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആരായിരുന്നു? അയ്യത്താൻ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിൽ എന്ത് നമ്മുടെ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആള് കേട്ടോ. ഇനി രാജാറാം മോഹൻ റോയ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പത്രങ്ങളെ കുറിച്ചുമാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് സംവാദ് കൗമുദി എന്നാണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. 1821 ഇനി അതുപോലെ തന്നെ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്താണ്? മിറാത്ത് ഉൽ അക്ബർ എന്നാണ്. മിറാത്ത് ഉൽ അക്ബർ അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം തന്നെയാണ്. 1822 തന്നെയാണ്. ഇതും പത്രം തന്നെയാണ്, പേർഷ്യൻ ഭാഷയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് രാജാറാം മോഹൻ റോയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് ബംഗദൂത് എന്ന് പറയുന്നത്. ബംഗദൂത് എന്താണ്? ബംഗദൂത് 1829 നേരത്തെ നമ്മൾ പറയേണ്ടായി ഒരു നാടകത്തിന്റെ പേര്. നാടകം ഏതാണ്? വജ്രസൂചി എന്നാണ്. ഈ നാടകം എന്താണ്? ജാതി വ്യവസ്ഥയെ എതിർക്കുന്നതാണ്. ഇത് ബംഗാളി ഭാഷയിലേക്ക് എന്ത് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു? ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതും ഓർത്തു വയ്ക്കുക. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. ഒന്ന് തുഹ്ഫത്ത്. ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. തുഹ്ഫത്ത്
ഉൾ, തുഹ്വത്ത് ഉൾ മുവാഹിദിൻ, തുഹ്വത്ത് ഉൾ മുവാഹിദിൻ എന്നാണ്. ഇതിന് പകരം വേറെ രീതിയിലും ചോദിക്കാറുണ്ട്. എന്താ അറിയോ? ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. അപ്പൊ ഇതിന്റെ മലയാളമാണ് എന്ത്? ഏക ദൈവ വിശ്വാസികൾക്ക്, ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം ട്ടോ, ഒരു ഉപഹാരം എന്നത്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത കൃതി എന്താണ്? ജീസസിന്റെ കൽപ്പനകൾ. എന്താണ്? ജീസസിന്റെ കൽപ്പനകൾ എന്നുള്ളതാണ്. അടുത്ത കൃതി എന്താണ്? വേദാന്ത ഗ്രന്ഥം എന്നുള്ളതാണ്. വേദാന്ത ഗ്രന്ഥം. അപ്പൊ 3 കൃതി ക്ലിയർ ആയില്ലേ? ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇത് കൂടാതെ നമ്മുടെ ഭഗവത്ഗീത, എന്താണ് ഭഗവത്ഗീത? അത് ബംഗാളി ഭാഷയിലേക്ക് ആര് വിവർത്തനം ചെയ്യേണ്ടായി? രാജാ റാം മോഹൻ റോയ്. അപ്പോ വജ്രസൂചി എന്ന് പറയുന്ന നാടകവും അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ ബംഗാളി ഭാഷയിലേക്ക് എന്താണ് വിവർത്തനം ചെയ്തു എന്നും ഓർക്കുക. ഇനി അടുത്തത് ജാതി സമ്പ്രദായത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാതി സമ്പ്രദായം ട്ടോ. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ, ഇന്ത്യക്കാരുടെ ഇടയിൽ എന്ത് അനൈക്യമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. അപ്പൊ ജാതി സമ്പ്രദായം നിലനിൽക്കുന്നതാണ് ഇന്ത്യക്കാരുടെ ഇടയിൽ അനൈക്യമുണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം 1825 സ്ഥാപിച്ചതാണ് വേദാന്ത കോളേജ് എന്നോർക്കുക. അപ്പൊ വേദാന്ത കോളേജ് ആരംഭിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണെന്ന് ഓർത്തു വയ്ക്കുക. വേദാന്ത കോളേജ് ആരുടെയാണ്? രാജാ റാം മോഹൻ റോയിയുടെയാണ് കേട്ടോ. ഇനി അടുത്തത് രാജാ റാം മോഹൻ റോയ് ആരംഭിച്ചത് തന്നെയാണ് ഹിന്ദു കോളേജ്. ഏതാണ് ഹിന്ദു കോളേജ്? ഹിന്ദു കോളേജ് 1817 അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ചത് കൽക്കത്തയിലാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഇദ്ദേഹം തന്നെയല്ല തുടങ്ങിയത്, ഡേവിഡ് ഹരേ. അപ്പൊ ഡേവിഡ് ഹരേ എന്ന് പറയുന്ന വ്യക്തിയുമായി ചേർന്ന് ഇദ്ദേഹം ആരംഭിച്ചതാണ് ഏത്? ഹിന്ദു കോളേജ് എന്നും കൂടി നമ്മൾ ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ പറയുന്നത് രാജാ റാം മോഹൻ റോയ് എന്നാണ്. രാജാ റാം, അല്ലെ? രാജാ റാം. അപ്പൊ ഈ രാജ ഉണ്ടല്ലോ, ആ രാജ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ബഹുമതി കിട്ടിയതാണ്. അദ്ദേഹത്തിന് ആ ബഹുമതി കൊടുത്തത് ആരാണ്? മുഗൾ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് അക്ബർ ഷാ സെക്കൻഡ് എന്നാണ് കേട്ടോ. അപ്പൊ അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ട് രാജാ റാം മോഹൻ റോയ് ഇംഗ്ലണ്ട് ഒക്കെ സന്ദർശിക്കുകയുണ്ടായി. ഈ അക്ബർ ഷാ സെക്കൻഡ് ആണ് രാജാ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് എന്ന് ഓർക്കുക. ഇനി 1833 അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് അദ്ദേഹത്തിന്റെ വിശ്രമ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അർണോസ് വാലേ ശ്മശാനം. എവിടെയാണ്? അർണോസ് വാലേ ശ്മശാനം. എവിടെയാണത്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ അർണോസ് വാലേ ശ്മശാനത്തിലാണ് ആരെ കാണപ്പെടുന്നത്? ആരുടെ മൃതശരീരം അല്ലെങ്കിൽ ശവകുടീരം അല്ലെങ്കിൽ അന്ത്യവിശ്രമ സ്ഥലം കാണപ്പെടുന്നത്? രാജാ റാം മോഹൻ റോയുടെ കേട്ടോ. ഇനി അതുപോലെ തന്നെ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച വ്യക്തി, താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാ റാം മോഹൻ റോയിയെ ഒരു വ്യക്തി വിശേഷിപ്പിക്കുകയുണ്ടായി. അങ്ങേരുടെ പേര് മോനിയർ വില്യംസ് എന്നാണ്. അപ്പൊ മോനിയർ വില്യംസ് ആണ് രാജാ റാം മോഹൻ റോയിയെ മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ഇത്രയൊക്കെയാണ് രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകൻ. നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് PSC എടുത്തു പറയുന്നത് എന്താണ്? ചില നവോത്ഥാന നായകന്മാരെയാണ്. അതിൽ പ്രധാനിയാണ് ആരെന്ന് പറയുന്നത്? രാജാ റാം മോഹൻ റോയ്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കണം. അതെന്താച്ചാ താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠം നേടിയ മലയാളികളിൽ പെടാത്തത് ഏത്? അല്ലെങ്കിൽ ആരാണ് ജ്ഞാനപീഠം നേടിയത്? അല്ലെങ്കിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ചിലര് ആദ്യമൊക്കെ ജ്ഞാനപീഠം കൃതിക്കാണ് കൊടുത്തിരുന്നത്. പിന്നീടാണ് അത് സമഗ്ര സംഭാവനയ്ക്കായിട്ട് മാറിയത്. അപ്പൊ ആർക്കൊക്കെയാ കൃതിക്ക് കിട്ടിയേ? ആർക്കാ സമഗ്ര സംഭാവന? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ, എന്ത് മേഖലയിൽ? സാഹിത്യ മേഖലയിൽ നൽകുന്ന
പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ്. പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? ജ്ഞാനപീഠം. ഈ ജ്ഞാനപീഠം എന്ന് പറയുന്ന ട്രസ്റ്റ് സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ശാന്തി പ്രസാദ് ജെയിൻ ആരംഭിച്ച ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരമായിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്തത് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 20 ഭാഷകളിലെ ഉള്ള കൃതികൾ ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ സാഹിത്യകൃതികള് ഭാഷകളിലുള്ള സാഹിത്യകൃതികളാ പരിഗണിക്കണേ? 22 ഭാഷകളിലുള്ളത് കേട്ടോ. ജ്ഞാനപീഠം 1961 മെയ് മാസം 1961 ജ്ഞാനപീഠം 1961 മെയ് മാസം 22-ാം തീയതി ഏർപ്പെടുത്തിയെങ്കിലും 1965 ആദ്യമായി ജ്ഞാനപീഠം നൽകിയത്. ഈ വർഷമാണ് എപ്പോഴും ചോദിക്കാറ് ജ്ഞാനപീഠം ആദ്യം ലഭിച്ചത് 1965 അല്ലെ. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം 1982 അപ്പൊ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജ്ഞാനപീഠം 1982 മുമ്പ് വരെ ഏതെങ്കിലും ഒരു കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തിരുന്നത് എങ്കിൽ 1982 മുതൽ എന്താണ് സാഹിത്യത്തിന് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങി. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജ്ഞാനപീഠം ആർക്കൊക്കെ കിട്ടി എന്ന് നമുക്ക് പഠിക്കാം. 59-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം, അതുപോലെ തന്നെ 59 മുമ്പ് 58 പഠിക്കാം കേട്ടോ. 58-ാമത്തെ, അതുപോലെ തന്നെ 59-ാമത്തെ, 60-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരുടെ പേര് പഠിക്കുക. 2025, 2024, 2023 കേട്ടോ. അപ്പോ 58-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? ഉറുദു കവിയായ ഗുൽസാർ നേടി. ആരാണ്? ഉറുദു കവി ട്ടോ. ഉറുദു കവിയായ ഗുൽസാർ. അതുപോലെ തന്നെ സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാര്യ. രാമഭദ്രാചാര്യ ഏതാണ്? ഏത് ഭാഷയിലെ പണ്ഡിതനാണ്? സംസ്കൃത പണ്ഡിതനായ രാമഭദ്രാചാര്യയും അതുപോലെ തന്നെ ഉറുദു അല്ലെ, ഉറുദു കവിയായ ഗുൽസാറും 2023 58-ാമത്തെ ജ്ഞാനപീഠം നേടിയപ്പോൾ 59-ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2024 നേടിയത് വിനോദ് കുമാർ ശുക്ലയാണ്. ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ് നേടിയത്. വിനോദ് കുമാർ ശുക്ലയാണ് എന്ന് ഓർത്തു വയ്ക്കാം കേട്ടോ. ഇദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ്. കുറെ ആൾക്കാർക്ക് ഹിന്ദിയിൽ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം 12-ാമത്തെ ആളൊക്കെയാണ് ഹിന്ദി ഭാഷയിൽ ലഭിക്കുന്നത് കേട്ടോ. ഇനി 2025 ലഭിച്ചത് വൈരമുത്തുവിനാണ്. വൈരമുത്തു തമിഴ് സാഹിത്യകാരനാണ്. തമിഴ് സാഹിത്യകാരനായിട്ടുള്ള വൈരമുത്തുവിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 60-ാമത്തെ ജ്ഞാനപീഠം ഓർത്തുവയ്ക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി നമ്മളോട് അതിപ്പോ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് കാര്യം നമ്മൾ പഠിച്ച് ഇനി ജ്ഞാനപീഠം നേടിയ മലയാളികളെ നമ്മൾ ഓർക്കും. അപ്പോ ആദ്യത്തെ നമ്മുടെ മലയാളികൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആള് ജ്ഞാനപീഠം നേടിയത്. ആദ്യ ജ്ഞാനപീഠ നേതാവാണ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടിയതാണ് 1965 നേടിയത്. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക്. ഏത് കൃതിക്കാണ്? ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് നേടിയത്. ഇനി രണ്ടാമത് നേടിയ മലയാളി ആരാണ്? SK പൊറ്റേക്കാടാണ്. SK പൊറ്റേക്കാടാണ്. അദ്ദേഹം കഥാകൃത്താണ്, നോവലിസ്റ്റ് ആണ് അല്ലെ. അങ്ങനെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് 1980 ഒരു ദേശത്തിന്റെ കഥ അല്ലെ, ഒരു ദേശത്തിന്റെ കഥ അതിനാണ് കിട്ടിയത് കേട്ടോ. ഇനി അടുത്ത ആൾ ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴിക്ക് ലഭിച്ചത് 1984 അപ്പൊ നമ്മൾ പറഞ്ഞു 82 തൊട്ട് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം നമ്മള് പറഞ്ഞുല്ലോ സമഗ്ര സംഭാവനയ്ക്കാന്ന്. അപ്പൊ ഇവിടെ അദ്ദേഹം അത്രയും നാളും അല്ലെ എന്താ പറയുന്നത് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് കൊടുത്തു. കുട്ടനാടിന്റെ കഥാകാരൻ എന്നൊക്കെയാണ് തകഴിയെ വിളിക്കുക അല്ലെ. അടുത്തത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹം
ഇദ്ദേഹവും വളരെയധികം പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് ഒക്കെ തന്നെയാണ്. 1995 ഈ വർഷം പഠിക്കണം കേട്ടോ മക്കളെ. 95 കിട്ടിയത്. അടുത്തത് ആർക്കാ കിട്ടിയേ? ONV കുറുപ്പിനാണ് കിട്ടിയേ. ONVക്ക് എന്നാ കിട്ടിയേ? 2007 കിട്ടിയിട്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് ബാലമുരളി എന്ന തൂലികാനാമത്തിൽ, ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ആദ്യകാലത്തൊക്കെ കവിതകൾ എഴുതിയിരുന്ന വ്യക്തിയായിരുന്നു. 2007 സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അടുത്തത് ആർക്കാ കിട്ടിയേ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയത്. ലഭിച്ചത് 2019 സമഗ്ര സംഭാവനയ്ക്കാണ്. അല്ലെ? എന്താ പറയുന്നത്? 55ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. ജ്ഞാനപീഠം നേടുന്ന 60ാമത്തെ വ്യക്തിയാണ്. അത് നമുക്ക് അറിയേണ്ടത് ജ്ഞാനപീഠം നേടുന്ന മലയാളിയാണ് അല്ലെ. വളരെ 6ാമത്തെ മലയാളിയല്ലേ? 6ാമത്തെ, ഇവിടെ എഴുതുന്ന ടീച്ചർ എഴുതിയ ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെ മലയാളിയാണ്. അപ്പൊ ഇത്രയാണ് ജ്ഞാനപീഠവുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊന്ന് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയോ മക്കളെ? ജി ശങ്കരക്കുറുപ്പ് 1965 ആദ്യം നേടിയ ഓടക്കുഴലിന്, SK പൊറ്റക്കാട് 1980 നേടിയ ഒരു ദേശത്തിന്റെ കഥയ്ക്ക്, തകഴിക്ക് 1984, MTക്ക് 1995, ONVക്ക് 2007, അക്കിത്തത്തിന് 2019. അങ്ങനെ 6 പേര് മലയാളത്തില് അല്ലെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് വരുന്ന വിശേഷണുള്ളതാണ്. അപ്പൊ ഇന്ന് 2 ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത്രയും മാതിരി ശ്രദ്ധിച്ച് കേട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.